എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ മുട്ടച്ചമ്മന്തിയാണോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ഡെവിൾഡ് എഗ് ആണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് അതൊന്നുമല്ല. ഇത് നമ്മുടെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ മുട്ട പുഴുങ്ങിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. നമ്മുടെ ഈ സ്പെഷ്യൽ മുട്ട പുഴുങ്ങിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ചമ്മന്തി വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 10-12 ചെറിയുള്ളിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ അല്ലിയുള്ള വെളുത്തുള്ളി ആട്ടോ എൻ്റെത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അല്ലിയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളത് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 അല്ലി വരെയൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമാണ് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിലേക്ക് പച്ചമുളകല്ല കേട്ടോ, നമ്മുടെ കാന്താരി മുളകില്ലേ അതാണ് ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തു എന്നേ ഉള്ളൂ. ഈ മുളക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടെ ചേർക്കണം എന്നില്ല, എന്നാലും നല്ല എരിവ് വേണം, അതായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റും. എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എരിവില്ലേ അതിനനുസരിച്ച് ആദ്യം കുറച്ച് ചേർക്കുക. എന്നിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച ശേഷം എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. ചതച്ചല്ല, ശരിക്കും അരച്ചിട്ട് തന്നെ എടുക്കണം. സാധാരണ നമ്മൾ ഇത് വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഇത് ചതച്ചാൽ പോരാ. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്, എന്നാലേ ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തിയാണ് നമ്മൾ ആ മുട്ടൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് വെച്ച് കഴിക്കുമ്പോൾ. നല്ല എരിവുണ്ടാവും ചമ്മന്തി, അതും ആ പുഴുങ്ങിയ മുട്ടയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്ക് നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതിന് ഒരു സ്പൂൺ ചമ്മന്തി എടുത്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. നമ്മളിതിൻ്റെ മഞ്ഞക്കറി റിമൂവ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ മുകളിലൂടെ അങ്ങ് ചമ്മന്തി വെച്ചാൽ മതി. ഇനി മഞ്ഞക്കറി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഇതുപോലെ മുട്ട വെക്കാം. ഇനി നമ്മൾ ഇതിങ്ങനെ അങ്ങ് കടിച്ചിട്ട് തിന്നാൽ മതി. നല്ല ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. വലിയ പണിയൊന്നുമില്ലല്ലോ, നമ്മൾ വീട്ടിൽ മുട്ട പുഴുങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുഴുങ്ങിയ മുട്ട ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള ഡെവിൾഡ് എഗ്സ് ഇല്ലേ, ചെകുത്താൻ മുട്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ കാണുന്ന ഐറ്റം ട്രൈ ചെയ്യാത്തവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതും എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.